ഹലോ, നമസ്കാരമുണ്ട്. വെൽക്കം ടു വായന ലോകം. ഇന്ന് ഒരു ഒരു കൊറിയൻ നോവലാണ്, സൗത്ത് കൊറിയൻ നോവലാണ്. ഹാൻ കാങ് എന്ന് പറഞ്ഞ് നൊബേൽ പ്രൈസ് കിട്ടി, ലിറ്ററേച്ചറിന് നൊബേൽ പ്രൈസ് കിട്ടി. അവരുടെ ദി വെജിറ്റേറിയൻ സസ്യ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. സസ്യ ബുക്ക് എന്നാണ് ബുക്കിൻ്റെ പേര്. ഹാൻ കാങ് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവരുടെ, എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ബുക്സ് ആണെന്നാണ് തോന്നുന്നത്. ഞാൻ അവരുടെ ആദ്യത്തെ പുസ്തകമാണ് വായിക്കുന്നത്. അതിൻ്റെ ഒരു പ്ലോട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഭാര്യയും ഭർത്താവും. ഭാര്യ ഒരു ദിവസം അത് തീരുമാനിക്കുകയാണ് ഇനി മുതൽ സസ്യ ബുക്കാണെന്നുള്ളത്. വീഗൻ, അതായത് ഇറച്ചി, മത്സ്യം ഒന്നും കഴിക്കില്ല, മുട്ട ഒന്നും കഴിക്കില്ല. ആകെ കഴിക്കുന്നത് ഈ വെജിറ്റേറിയൻ മാത്രം. അപ്പം പ്രത്യേകിച്ച് സൗത്ത് കൊറിയൻസിൻ്റെ ഇടയിലൊക്കെ ധാരാളം മീറ്റ് കഴിക്കും. അപ്പോൾ ഭർത്താവിന് അതിൻ്റെ ടെൻഷൻ. അപ്പം അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചും എങ്ങനെ അവർ കല്യാണം കഴിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇതോട് കൂടിയിട്ട് ഈ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ യോങ് ഹൈ എന്നാണ് ഭാര്യയുടെ പേര്. ഭാര്യയ്ക്ക് ഒരു സിസ്റ്ററുണ്ട്, ബ്രദറുണ്ട്, അച്ഛൻ, അമ്മ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വെച്ചിട്ട് ഇവർ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ മുകളിൽ ഭാര്യയുടെ വീട്ടുകാർക്കും വലിയ പ്രശ്നം. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ വിളിച്ചിട്ട് ഭാര്യയുടെ അച്ഛൻ ഭയങ്കരമായിട്ട് ഭാര്യനെ ചീത്ത പറയുന്നു. അപ്പോൾ ഇവരൊന്നിനോടും എതിർക്കൊന്നുമില്ല. ഇവരിങ്ങോട്ട് ഞാൻ കഴിക്കില്ല, ഭയങ്കര വിസമ്മതിക്കുകയാണിത് വീട്ടിൽ വെക്കാനും കഴിക്കാനും ഒക്കെ തന്നെ. അതിന് മുകളിലുണ്ടാവുന്ന റിലേഷൻഷിപ്പിലുണ്ടാവുന്ന സ്ട്രെയിൻസ്, അത് കഴിഞ്ഞിട്ട് ഇവർക്ക് അവരൊരു മരമാണ്, അവരൊരു സസ്യമാണ്, ഒരു ആനിമൽ അല്ല എന്നുള്ളവർക്ക് തോന്നുകയാണ്. ആൻഡ് ഇറ്റ്സ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ബുക്ക് എന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ, നമ്മളുടെ മനുഷ്യനെന്ന് പറയുമ്പോഴും എന്ത് കഴിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഒരു വ്യക്തിക്ക് തോന്നുകയാണ്. അതിൽ നിന്നും അതാണ് ശരിയെന്നും പറഞ്ഞിട്ട് അവർ ആ രീതിയിൽ ജീവിക്കുകയാണ്. അതിലവർക്കുണ്ടാവുന്ന ഭർത്താവ് വിട്ടുപോകുന്നു, അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു. അപ്പോൾ ഈസ് ഷീ സൈക്കോളജിക്കലി ഓക്കെ എന്ന് പല സമയത്തും തോന്നും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പല ആൾക്കാരും പെരുമാറുന്ന പോലെയല്ല അവർ പെരുമാറുന്നത്. ആൻഡ് ദെൻ ഭയങ്കര ഒരു ട്രാജഡിയിലാണ് ആ പുസ്തകം എൻഡ് ചെയ്യുന്നത്. ചെറിയ പുസ്തകമാണ്, അതാണ് അതിൻ്റെ ഒന്നാമത് കാര്യം. ആകെ ഒരു 190 പേജേ ഉള്ളൂ. ബട്ട് 190 പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പേജിലും അധികം ഇല്ല. സോ ഐ തിങ്ക് നമ്മളെ ജനറൽ ചില വളരെ സ്മോൾ അക്ഷരത്തിലൊക്കെ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് കുഡ് പ്രോബ്ലി ബി എ ബുക്ക് ദാറ്റ് ഇസ് അബൌട്ട് 120-130 പേജൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഡെബോറ സ്മിത്താണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരു സൗത്ത് ആഫ്രിക്കൻ നോവല് വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിലെ പേരുകളും കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു. There is another aspect in this book as I was reading. അതായത് എങ്ങനെയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് എന്ന് സമൂഹം പറഞ്ഞു വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ സമൂഹത്തിൽ നമുക്കുള്ള എല്ലാവിധ ബന്ധങ്ങൾ, നമ്മളുടെ ജോലി, ഇങ്ങനത്തെ എല്ലാ സാധനത്തിനും ഒരു കോട്ടം സംഭവിക്കണം. ബിക്കോസ് ആൾക്കാർക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള നറേറ്റീവിൽ നമ്മൾ നോൺ എക്സിസ്റ്റൻ്റ് ആവുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ രൂപവും ഭാവവും ഒക്കെ മാറുകയാണ്. നമ്മൾക്ക് വലിയ പ്രശ്നമില്ല ഈ മാറ്റം കൊണ്ട് എന്നുണ്ടെങ്കിലും സമൂഹത്തിന് നമ്മളുടെ മാറ്റം കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. ഇത് ഒരു സസ്യ ബുക്കാവുക എന്നുള്ളതോ അല്ലെങ്കിൽ മാംസ ബുക്കാവുക എന്നുള്ളതോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മളുടെ ചിന്തയിൽ എന്തെങ്കിലും മാറ്റം നമ്മൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളെ നോക്കിയാൽ പോരാ, സമൂഹം മുഴുവൻ നമ്മളെയായിട്ട് അവർക്ക് വേണ്ട രീതിയിൽ, അവർ നമ്മളെ ചിന്തിക്കുന്ന രീതിയിൽ വരച്ച വരയിൽ നമ്മളെ നിർത്താൻ വേണ്ടിയിട്ട് ഇവർ കിണഞ്ഞ് ശ്രമിക്കും. നമ്മൾ മാറിയാൽ അവരുടെ ജീവിതവും അവതാളത്തിലായി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ആൾക്കാർ നമ്മളോട് പെരുമാറുക എന്നുള്ളൊരു തോന്നൽ. ആസ് ഐ വാസ് റീഡിങ് ദ ബുക്ക് ഐ വാസ് ഫീലിംഗ്. ആൻഡ് ദെൻ ഐ ഓൾസോ ഫെൽറ്റ് ദാറ്റ് ഞാൻ ഇനീഷ്യലി പുസ്തകം വായിച്ച സമയത്ത് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ പ്ലോട്ട് എനിക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നുള്ളൂ, ദാറ്റ് ഇറ്റ് വാസ് വെജിറ്റേറിയൻ ആവുക എന്നുള്ളതാണ് അതിൻ്റെ മുകളിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്നുള്ളത്.
പക്ഷെ നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, ഹൗ കണക്റ്റഡ് ആർ വി വിത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഒരു സ്വപ്നത്തിൽ നിന്നുമാണ് ഇവരിത് തുടങ്ങുന്നത്. അതായത് എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളൊരു ചോദ്യം അവസാനം വരെ ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഒരു സ്വപ്നം എനിക്ക് വന്നു, ആ സ്വപ്നം കാരണമാണ് ഞാൻ മാംസം കഴിക്കുന്നതും ഒക്കെ നിർത്തുന്നത്. അവസാനം വെള്ളം മാത്രമേ ഇവർക്ക് കഴിക്കാൻ പറ്റുന്നൊരു സംഭവമായിട്ട് ഉള്ളൂ എന്നുള്ള സ്ഥിതിയിലേക്ക് വരികയാണ്. അതായത് നമ്മൾക്ക് നമ്മളുടെ സസ്റ്റൈനൻസിന് വേണ്ടി നമ്മൾ വേറെ ഒരു ജീവജാലങ്ങൾക്കും ഒരു ആപത്തും വരുത്തരുത് എന്നുള്ള രീതി ചിന്ത ടു ദ എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനലി വുഡ് വി ഹാവ് ഇനഫ് ടു സസ്റ്റെയിൻ അവർ സെൽഫ്സ് എന്നുള്ളൊരു ചോദ്യം. അറ്റ് ദ സെയിം ടൈം മനുഷ്യൻ ഇവോൾവ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അതായത് മറ്റ് ജീവികൾക്ക് വേദനയുണ്ടാവും, ചില ആനിമൽസൊക്കെ സോഷ്യലും കൂടിയാണ് എന്ന് മനസ്സിലാവുന്ന സമയത്ത് ഇന്ന് ടെക്നോളജിയിൽ മീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് മറ്റ് ജീവികളെ കൊല്ലാതെ തന്നെ മനുഷ്യന് ആവശ്യത്തിനുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളത്. ഇതൊരു എക്സ്ട്രീം ലെവലിലേക്ക് ഒരു ജീവിത രീതി കൊണ്ടുപോകുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ചാൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുക. ഹാൻ കാങ്ങിൻ്റെ ദി വെജിറ്റേറിയൻ, സസ്യ ബുക്ക്. നല്ല ബുക്കാണ്. അപ്പം എങ്ങനെയാക്കാം.